ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലെ റേഷ്യോ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ എന്താണ് റേഷ്യോ അല്ലെങ്കിൽ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ അങ്ങനെ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല, ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോപ്പിക്കിൽ നിന്ന് ജൂലൈ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ടോട്ടൽ അസെറ്റ്സ് ആൻഡ് ടോട്ടൽ കറന്റ് ലയബിലിറ്റി വിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതറിയാമെങ്കിലേ നമുക്കിത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള രീതിയല്ല ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഒന്നു, കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ ഒന്നു, കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യൂ. ആ തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട രീതിയിലേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത് കേട്ടോ. ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ടോട്ടൽ കറണ്ട് അസെറ്റ് ആൻഡ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി വിൽ, എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ എങ്ങനെയാണ് ടോപ്പിക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മളൊരു ടോപ്പിക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കണം. അപ്പോഴാണ് ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്നത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ഞാൻ ആവശ്യമില്ല എന്ന് പറയുന്ന എക്സാമിൻ്റെ ബേസിസിൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അതിൽ കണക്റ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ വേണ്ടുന്ന പല കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തു പോകുന്നു. ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിലേക്ക് അത് വരുമ്പോൾ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ഹാർഡ് വർക്കിന് റിസൾട്ട് വരാതെ സംഭവിക്കുന്നു. അപ്പോൾ അത് പലപ്പോഴും എന്തുകൊണ്ടാണ്, നമ്മൾ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് പലരും ഈവൻ ഒരു തവണ എക്സാം ക്വാളിഫൈ ചെയ്ത് പോകുന്നില്ലെങ്കിൽ അത് വളരെ ഒരു എന്താ പറയുക, ഒരു ചെറിയ മാർക്കിനാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇച്ചിരി മാറിയിരുന്നെങ്കിൽ നിങ്ങൾ പാസ്സായേനെ, ആ ഒരു രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സബ്ജക്ട് പേപ്പർ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സബ്ജക്റ്റിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ അങ്ങനെ കൃത്യമായി പഠിക്കാൻ, അതായത് ടോപ്പിക്കെല്ലാം സിലബസ് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ടോപ്പിക്കുകൾ മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആപ്പിൾ ബി അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എല്ലാ റിസോഴ്സും ഉണ്ട്, നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ മാത്രം ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ബി അക്കാഡമിയുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ നിങ്ങൾക്ക് ഫ്രീ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ലഭിക്കും എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ, അതായത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ആ അനാലിസിസിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിന് എന്ത് സംഭവിച്ചു, നമ്മുടെ എന്താ പറയുക ലിക്വിഡിറ്റിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സോൾവൻസി പൊസിഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്ത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയുടെ പൊസിഷൻ എന്താണ്, നമ്മൾ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ പല ടെക്നിക്സുകളുണ്ട് എന്നുള്ളതാണ്. സോ അതിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത്തവണ അവർ ചോദിച്ച റേഷ്യോ അനാലിസിസ് ആണ്. സോ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പൊതുവെ ചോദിക്കാറുള്ളത് 4, 5, 6 ഈ 3 പോയിന്റിൽ നിന്നാണ്, റേഷ്യോ, ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ. സോ റേഷ്യോ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുകയാണ്. ഓക്കെ, എവിടെ റേഷ്യോ അനാലിസിസ്. സോ ഇറ്റ്സ് എ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്പാരിസൺ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദീസ് റേഷ്യോസ് ആൻഡ് ദെയർ യൂസ് ഫോർ
future projections, and it does not provide an end itself but only to a means to understand the financial position and performance of business concern. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ യൂസ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ പഠിക്കുമ്പോൾ നമുക്ക് ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ റേഷ്യോസ് വഴിയും ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി റേഷ്യോയിലാണെങ്കിൽ നമുക്ക് കറണ്ട് റേഷ്യോ ഉണ്ട്, ആസെറ്റ്സ് റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ പെർസ്പെക്റ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോന്നിനെ കുറിച്ചും പഠിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ അറിയേണ്ടിയിരുന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്താണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമായിരുന്നു. സോ ബേസിക്കലി എന്താണ് കറണ്ട് റേഷ്യോ എന്ന് നിങ്ങൾക്ക് അറിയാം. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും റിലേഷനാണ്, ശരിയല്ലേ? സോ ദാറ്റ് ഇസ് കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി. നമ്മൾ ഐഡിയൽ ആയിട്ട് കാണുന്ന കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് വിച്ച് ഇസ് 2:1 ആണ് അല്ലേ. ഒരു ബെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടി ആയിരിക്കണം കറണ്ട് അസറ്റ് അല്ലേ. 2:1 എന്ന് പറയുമ്പോൾ 2/1. സോ 1 കറണ്ട് ലയബിലിറ്റിയും 2 കറണ്ട് അസറ്റും, അതായത് കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടി ആയിരിക്കണം കറണ്ട് അസറ്റ്. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ഐഡിയൽ ആയിട്ടുള്ള കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എന്താണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ കറണ്ട് അസറ്റിൽ 100 കൂടിയാൽ കറണ്ട് ലയബിലിറ്റിയിലും 100 കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ കറണ്ട് റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്കതൊരു വാല്യൂ ഇട്ട് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് എടുക്കുകയാണ്. കറണ്ട് അസറ്റ് 20,000, കറണ്ട് ലയബിലിറ്റി 10,000. അപ്പം നോക്കിയേ, നമ്മുടെ ബേസിക് ഫോർമുല ഓക്കെ അല്ലേ? അതായത് 2:1 ആയിരിക്കണം. സോ 2:1 ആണ്. 20,000 by 10,000 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടും. സോ ദാറ്റ് ഇസ് 2/1 എന്നുള്ളതാണ്. നമ്മൾ അതിനെ 2 എക്സ്പ്രസ് ചെയ്തതേ ഉള്ളൂ. 2:1 എന്നാണ് വരിക അല്ലേ. സോ ഇതാണ് നമ്മുടെ ബേസിക്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈ വാല്യൂസ് ആണ് നമ്മൾ വിചാരിക്കുക. സോ നമുക്ക് 2:1 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈക്വൽ ഇൻക്രീസ്. ഒരുപോലെ കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കതിന് ഒരു സിറ്റുവേഷൻ എടുക്കാം. ഞാനിവിടെ ഇൻക്രീസ് ചെയ്യുന്നത് 10,000 രൂപയാണ്. അതായത് കറണ്ട് അസറ്റും 10,000 കൂടണം, അതേസമയം കറണ്ട് ലയബിലിറ്റിയും 10,000 കൂടണം. സോ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന കറണ്ട് അസറ്റ് 20,000 ആയിരുന്നു. സോ 20,000നോട് 10,000 കൂടി ആഡ് ചെയ്ത് നമ്മുടെ പുതിയ കറണ്ട് അസറ്റ് എത്രയായി? 30,000 ആയി. ആൻഡ് ഓൾറെഡി ഉണ്ടായിരുന്ന കറണ്ട് ലയബിലിറ്റി 10,000 ആയിരുന്നു. വീണ്ടും ഇൻക്രീസ് നമ്മൾ ചെയ്യുന്നത് അതേ എമൗണ്ട് തന്നെയാണ്. സോ 10,000. സോ നിങ്ങളുടെ ന്യൂ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 20,000 ആയി. സോ നമുക്ക് ഇതിന്റെ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി, ദാറ്റ് ഇസ് 30,000 by 20,000. സോ 3/2 എത്ര വരും? 1.5:1. ഇവിടെ നിങ്ങളുടെ കറണ്ട് റേഷ്യോയ്ക്ക് എന്താ സംഭവിച്ചേ? കറണ്ട് റേഷ്യോ എത്രയായിരുന്നു? 2:1 ആയിരുന്നു. ഇപ്പം അത് എത്രയായിപ്പോയി? 1.5 ആയിപ്പോയി. ദാറ്റ് മീൻസ് കറണ്ട് റേഷ്യോ കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ an equal amount of increase in total current asset and total liability will decrease the current ratio. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതേ വരുള്ളൂ? ബി എ വരത്തുള്ളൂ, ശരിയല്ലേ? സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളിതിൽ ഈക്വലി ഡിക്രീസ് സംഭവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുകൂടി പഠിച്ചു വെക്കണം. നമ്മൾ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ അതുപോലെ പഠിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഇനി ക്വസ്റ്റ്യൻസ് വരാം എന്നുകൂടി ചിന്തിക്കണം കേട്ടോ. സോ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിക്രീസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സോ ഞാൻ മുമ്പേ എടുത്ത അതേ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. അതായത് 20,000ഉം 10,000ഉം. ഇനി ഈക്വലി ഡിക്രീസ് സംഭവിക്കുകയാണ്. രണ്ടിടത്തും ഈക്വലി ഡിക്രീസ് ചെയ്യുന്ന എമൗണ്ട് 5,000 ആണ്. സോ 20,000 - 5,000, ന്യൂ കറണ്ട് അസറ്റ് എത്ര വരും? 15,000 വരും. ന്യൂ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 10,000 - 5,000 വീണ്ടും 5,000 വരും. സോ 15,000 by 5,000 ആണ് ന്യൂ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ എത്ര വരും? 3/1, അതായത് 3:1. നമ്മുടെ കറണ്ട് റേഷ്യോ, ഓൾഡ് കറണ്ട് റേഷ്യോ എത്രയായിരുന്നു? 2:1 അല്ലേ. ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ആ ബേസിസിലാണ് നമ്മൾ 20,000ഉം 10,000ഉം എടുത്തത്. സോ ഈക്വൽ ഡിക്രീസ് നടന്നപ്പം എന്ത് സംഭവിച്ചു? കറണ്ട് റേഷ്യോ കൂടി. സോ നോക്കിക്കേ, ഈക്വൽ എമൗണ്ട് ഓഫ് ഡിക്രീസ് സംഭവിച്ചപ്പോൾ കറണ്ട് റേഷ്യോ കൂടുകയും ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് സംഭവിച്ചപ്പോൾ കറണ്ട് റേഷ്യോ കുറയുകയാണ് ചെയ്തത് അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് കൂടി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം അതുപോലെ പഠിച്ചു വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, അതിൻ്റെ മറ്റ് പെർസ്പെക്റ്റീവ് കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി മനസ്സിലൊന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.